അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു വീഡിയോ ഉമ്മയുടെയും മകൻ്റെ ഒരു സംഭാഷണം, ഇത് ആരാണോ എന്ന് കൃത്യം അറിയില്ല, എന്നാലും ഇത് വാട്സപ്പിലൂടെ കണ്ടപ്പോൾ നമ്മുടെയും പ്രേക്ഷകരിലേക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യം കാണുക. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പരിപൂർണമായി കേട്ട് ഇൻഷാ അല്ലാഹ് വളരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ലാഹു തആല. ഞാനിപ്പോൾ നിങ്ങളെക്കാട്ടിലും ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്നോട് അസൂയ ഉണ്ടാവുമോ? അല്ലെ ഞാൻ നിങ്ങളെക്കാട്ടിലും ഫേമസ് ആയി, അപ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഫേമസ് ആണല്ലോ എന്നെക്കാട്ടിലും. എന്നോട് എല്ലാവരും അബ്ദുള്ളാന്റെ അമ്മേന്നാ ചോദിക്കൽ. അസൂയൊന്നുമില്ല. ഇനി ഇപ്പോൾ നിങ്ങളും ഉപ്പയും നമ്മളെ ഈ വീട്, നിങ്ങൾ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, ഇതിനേക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി, അപ്പം നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഇതിനേക്കാളും വലിയ വീട് ഉണ്ടാക്കണല്ലോ, അതാണ് ഇപ്പൊ നമ്മളെ പൂതി. അപ്പോൾ ശരിക്ക് ലോകത്ത് നമ്മളോട് അസൂയ എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വിഭാഗമുള്ളൂ. ശരിക്കും നമ്മളെ പെണ്ണുങ്ങൾക്ക്, നമ്മളെ സഹോദരന്മാർക്ക്, സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്ക് ഒക്കെ അസൂയ ഉണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ, ഓൽക്ക് നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. ഓൽക്ക് മാത്രം നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല, അല്ലേ? അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. യൂസുഫ് അലൈഹിസ്സലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ, യാക്കൂബ് അലൈഹിസ്സലാം, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ? അപ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ പ്രവാചകനാണ്. അപ്പോക്ക് ശരിക്ക് യൂസുഫ് അലൈഹി സ്വലാമിന് അന്ന് അതിൻ്റെ വ്യാഖ്യാനം അറിയില്ല, കാരണം കുട്ടിയാണ്. അപ്പോക്ക് ശരിക്കും അറിയാം ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടി എന്നെക്കാളും വലുതാവാനുള്ളവനാണ്, എന്നെക്കാളും വലിയ നബിയോ, എന്നെക്കാളും വലിയ പ്രവാചകനാവാനുള്ളതാണ്. ഞാനും ഓലെ മുമ്പിൽ സുജൂദ്. അതായത് ഞാനും ഒരാളെ മുന്നിൽ സുജൂദ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അയാള് എന്നെക്കാളും വലിയവനാവണല്ലോ. അപ്പോ വാപ്പാക്ക് അസൂയ ഉണ്ടായില്ലല്ലോ. അതിൽ പിന്നെ ഇതില് രസകരം, ഇപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ 11 സഹോദരങ്ങളാണ്. ഈ 11 സഹോദരങ്ങളും ഇവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പിയമ്മി, അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ഇത് നല്ല രസമുള്ള ഒരു തഫ്സീറിൽ എന്താ വെച്ചാൽ, ഇവിടെ ആരാണ് സൂര്യൻ, ആരാണ് ചന്ദ്രൻ? ആരാ? സാധാരണ നമ്മള് സൂര്യൻ വാപ്പിയും ചന്ദ്രൻ ഉമ്മയെന്നായിരിക്കും. അങ്ങനെയല്ല. എന്നാല് വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും വാപ്പാനെക്കാട്ടിലും സ്ഥാനം വാക്കാം. ഇവിടെ സൂര്യൻ ഉമ്മയാണ്, ചന്ദ്രൻ വാപ്പയാണെന്നുള്ളൊരു തഫ്സീറിൽ കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ വിഷയം, അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടി വരും. അത്രയും വലിയ മകനാകാൻ പോവാണ്, അത്രയും വലിയ ആളാകാൻ പോവാണ്, അത്രയും വലിയ നബി ആകാൻ പോവാണ്. പക്ഷെ അപ്പോൾ വാപ്പ എന്താ പറഞ്ഞത്? ഞങ്ങളെ പേടിച്ചില്ല. ഉമ്മാനോട് പറഞ്ഞ കുഴപ്പമില്ല, എന്നോടും പറഞ്ഞ കുഴപ്പമില്ല. അടുത്തായിരുന്ന قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. നീ സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത്, അപ്പോൾ അവര് നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും. പിശാച് എപ്പോഴും മനുഷ്യന്റെ ശത്രുവാണ്. പിശാച് ഇവരെ അതിനിങ്ങനെ തോന്നിപ്പിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. സഹോദരങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് വധിക്കാൻ ആലോചിച്ചു, പൊട്ടക്കിണറ്റിലിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നതിൽ രസമുണ്ട്. സഹോദരങ്ങളുടെ കുതന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടും ആയത്തിൽ പിന്നെ ഓല് മോശക്കാരാന്നല്ല പറയുന്നത്, ശൈത്താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു. അപ്പം അതൊരു നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു മാതൃകയാണ് ഇവിടെ. ശരിക്കും അയാൾ കുറ്റം ചെയ്തു നമുക്കറിയാം, എന്നാലും പറയാം അത് ഓൻ്റെ കുഴപ്പമല്ല, ഓന് നല്ല ആൾ തന്നെയാണ്. പക്ഷെ പിശാചിൻ്റെ പിന്നിൽ അവനെ പ്രലോഭിപ്പിച്ചാണ്. ഏതായാലും നമ്മൾ പോയിന്റ് ചുരുക്കി പറഞ്ഞാലും അസൂയ ആർക്കും ഉണ്ടാവും നമ്മളോട്. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം, അല്ലേ? നമ്മുടെ മനസ്സിൽ ആരോടും അസൂയ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ സംഗതികളും എല്ലാവരോടും ഒന്നും അങ്ങനെ പറയും വേണ്ട.
അതും ഇന്നൊരു പാടാണ്. പറയണ്ടെന്ന് വാപ്പന്നെ പറഞ്ഞതേ. അപ്പോൾ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സംഗതിയാണെങ്കിലും അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളുന്നില്ല. നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾക്കുള്ള അസൂയാലുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് കരുതി എല്ലാവരും നമ്മളോട് അസൂയുള്ളവരാണെന്ന് അങ്ങനെ കരുതിയിരിക്കണ്ട, ഉണ്ടായേക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാ അച്ചീവ്മെന്റ്സ് ഒന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ നടക്കാൻ പോണ സംഗതിനെ പറ്റി മറ്റേ കുറച്ച് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കും ചിലപ്പോൾ. പക്ഷേ ദുആ ചെയ്യണേക്കാളും ചിലപ്പോൾ അസൂയാലുക്കളേക്കും ഉണ്ടാവാം. അപ്പോൾ എന്താണ് അസൂയാലുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഹദീസൊക്കെ ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയൊക്കെ അസൂയാലും എന്തും ചെയ്യും ചിലപ്പോൾ, നമുക്ക് അറിയാത്ത രൂപത്തിൽ ചിലപ്പോൾ എന്തും ചെയ്യാറ്. അപ്പം അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ അത്രയും ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളോട് മാത്രം വരുന്ന പദ്ധതികളെ പറ്റിയൊക്കെ പറയാം, പ്രാർത്ഥിക്കാനൊക്കെ. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ കേട്ടല്ലോ, അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ ഒരു മെസ്സേജാണ്. നമുക്ക് അള്ളാഹു നൽകിയ ചില അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ ഒരിക്കലും നാം പറഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരു 10 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഇത് എത്രത്തോളം ഉണ്ടാക്കും നമുക്ക് സ്വന്തം ആരാണ് അല്ലേ, ജ്യേഷ്ഠ അനുജന്മാരാണ് അല്ലേ. എന്നിട്ടോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ കൊണ്ടുപോയി. ചെറിയ ഒരു കാരണം, അസൂയ എന്നുള്ളൊരു കാരണമാണ്. നമുക്കുള്ള ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, ഒരു 10 അനുഗ്രഹങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇത് നാം ഒരിക്കലും പറഞ്ഞു പോകരുത്. പറയുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് അസൂയ ഉണ്ടാകും. അത് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, സുഹൃത്തുക്കൾ ആരായാലും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സാലറി, നമുക്ക് കിട്ടുന്ന ശമ്പളം. അത് കൃത്യമായി ഇത്രയാണ് കിട്ടുന്നത്, ഇത്രയാണ് അതിൻ്റെ വരുമാനം എന്നൊരു കൃത്യതയോടുകൂടി പറയുന്നത്. അങ്ങനെ ചോദിക്കും, കളവ് പറയണമെന്നില്ല, ഏകദേശം ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് കഴിച്ചിലാക്കുക. കാരണം അത് കൃത്യമായി ചോദിക്കുന്ന ആൾ അവർ അസൂയ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളവരാണ്. അതുകൊണ്ട് അത് സുഹൃത്തല്ലേന്ന് പറഞ്ഞ് നാം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ആ അസൂയയുടെ പേരിൽ പലതും അനുഭവിക്കേണ്ടി വരും. മറ്റൊരു കാര്യം നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം, നമുക്ക് ഇത്ര പുഷപ്പ് ചെയ്യാൻ കഴിയും, അതുപോലെ പല നിലക്കുള്ള നന്നായി ഉറങ്ങും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നാം പറയുന്ന മറ്റ് എതിരാളികൾക്ക് ഈ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അയാൾക്ക് നാം അറിയാതെ അസൂയ വന്നു പോകും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒരിക്കലും നാം പ്രത്യേകമായി പറഞ്ഞു പോകരുത്. അതുപോലെ നമ്മുടെ ദൗർബല്യങ്ങൾ, അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദൗർബല്യങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. നമ്മുടെ ദൗർബല്യങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അയാൾ നമ്മെ വേട്ടയാടും. അയാൾ നമ്മെ വേട്ടയാടി നമ്മുടെ ദൗർബല്യം നാം പറയുമ്പോൾ നാം വിചാരിക്കുന്നത് അയാൾക്ക് എന്നോട് കരുണ തോന്നും എന്നാണ്. ഒരിക്കലും കരുണയല്ല തോന്നുന്നത്. ചില ആളുകൾക്ക് കരുണ തോന്നിയേക്കാം. കൂടുതൽ ആളുകൾ ആ ദൗർബല്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ അടിമപ്പെടുത്താനുള്ള സാഹചര്യങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൗർബല്യങ്ങൾ ഒരിക്കലും പറയരുത്. നാം പറഞ്ഞാലല്ലാതെ അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കഴിവില്ലായ്മകൾ ഉണ്ടാവും. അത് നമ്മെ വീണ്ടും വേട്ടയാടാൻ അവർ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൗർബല്യങ്ങൾ ഒരിക്കലും നാം പറഞ്ഞു പോകരുത്. അതുപോലെ നമ്മുടെ ലൈംഗിക സംതൃപ്തികളെക്കുറിച്ച് ഒരിക്കലും നാം കാണുന്നത് പോലെ ആയിരിക്കില്ല. കാണുന്നൊക്കെ നല്ല ആരോഗ്യമുള്ളവരെ പോലെ ഉണ്ടായിരിക്കാം. നമ്മുടെ ആ അത്തരത്തിലുള്ള സംതൃപ്തികൾ നാം പങ്കുവെക്കുമ്പോൾ, നമ്മുടെ ഭാര്യയും ഏതും ആവട്ടെ, അത് വെക്കുമ്പോൾ അവരുടെ സാഹചര്യം എങ്ങനെയെന്നറിയില്ല, അവരുടെ ദൗർബല്യം അവർ ഇങ്ങോട്ട് പറയില്ല. നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ നാം അറിയാതെ നമ്മോട് അവർക്ക് അസൂയ വന്നു പോകും. അതൊരിക്കലും പറഞ്ഞു പോകരുത്. അതുപോലെ ഭാവിയിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഇന്നത് നേടണം, ഇന്നത് ആഗ്രഹം. ആ സ്വപ്നങ്ങൾ നാം അവരോട് ഇങ്ങനെ പറയുമ്പോഴേക്ക് ആ സ്വപ്നത്തിലേക്ക് കത്തിവെക്കാൻ അവർ പല തന്ത്രങ്ങളെയും മെണിയും നമുക്കറിയില്ല. അതുകൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നാം പറയരുത്. അത് പറയേണ്ട ആവശ്യകത ഒന്നുമില്ല. അത് നമ്മുടെ സ്വപ്നങ്ങളല്ലേ. അള്ളാഹുവിനോട് പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്താമെന്നല്ലാതെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നാം അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അതിനെ ആ സ്വപ്നത്തിന് കത്തിവെക്കാൻ ഒരു സാഹചര്യ സന്ദർഭം കിട്ടിയാൽ നാം അറിയാതെ കത്തിവെക്കും. നമ്മുടെ മുമ്പിലൊക്കെ നന്നായി പെരുമാറും, നമുക്കറിയേയില്ല. പിന്നെ കത്തിവെച്ച് അതൊക്കെ മുടങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് ഞാനന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ അബദ്ധം. ആറാമത്തത് നമ്മുടെ ഇബാദത്തുകൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇബാദത്ത് അത് അള്ളാഹും നമുക്ക് മാത്രം അറിയേണ്ടതാണ്. അത് മറ്റൊരാളോട് പരസ്യപ്പെടുത്തുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും. അതോടൊപ്പം വലിയ അത് ഭാവിയിൽ നമുക്ക് വലിയ ഉപദ്രവം. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നാം ആർക്കും അറിയാതല്ലേ. ഓരോ മഹാന്മാരൊക്കെ ഭാര്യയ്ക്കറിയാതെ 40 വർഷം നോമ്പ് നോറ്റ ഭാര്യമാർക്കറിയാതെ പോലും അള്ളാഹുവിന് വേണ്ടി
നാം നാളെ രഹസ്യമായി ഇബാദത്ത് ചെയ്താൽ അള്ളാഹു നമ്മെ രഹസ്യമായി സ്വർഗത്തിലേക്ക് കടത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം മറ്റൊരു നമുക്ക് വലിയ വലിയ വ്യക്തികളുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടാകാം. ആ ബന്ധങ്ങളൊന്നും നാം പറഞ്ഞു പോകരുത്. ആ ബന്ധങ്ങൾ എന്ത് ചെയ്യറിയോ, അവർ ആ ബന്ധങ്ങളെ ശിഥിലമാക്കാൻ, ആ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി പലതും മെണിയും. നമുക്കതറിയില്ല. അത് പിന്നീടാണ് നാം അനുഭവിക്കുമ്പോഴാണ് പലർക്കും ഈ പറയുമ്പോഴൊക്കെ അറിയാം പലതും പല വിഷയങ്ങൾ കുടുങ്ങിപ്പോയവർ. അതൊക്കെ നാം ഒരിക്കലും ഒരാളോട്. അതുപോലെ നമുക്ക് കാണുന്ന ചില ദുസ്വപ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ നാം നമ്മുടെ സുഹൃത്തുക്കളെ കൊല്ലുന്നതായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മെ കൊല്ലുന്നതായിട്ട്, അല്ലെങ്കിൽ ഭീകരമായ ഒരു സ്വപ്നം, സുഹൃത്തുക്കളുമായി നല്ല ചങ്ങായിപ്പാടൊക്കെ ഇരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുമായിരിക്കുന്ന ചില ബന്ധങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ നാം നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയരുത്. നാം നമ്മുടെ ദുസ്വപ്നങ്ങൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ആ സുഹൃത്ത് അതിനൊരു വിധി പറഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ വ്യാഖ്യാനായി നടന്നു പോകുന്നത്. അതുപോലെ നമുക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാം. അതൊക്കെ പറഞ്ഞ് ഒന്നും കാര്യമില്ല. കാരണം അള്ളാഹു അത് ശിഫയാക്കണം എന്നല്ലാതെ മറ്റൊരു കാര്യം. നമുക്കതറിഞ്ഞാൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത്, മരണമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതിന് തൗബ ചെയ്ത് ഏതായാലും മരിച്ചു പോകേണ്ടവരല്ലേ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. അവരെന്ത് ചെയ്യാനാ? അതവർ കേട്ട് ആസ്വദിച്ച് അവർ സുഖിക്കുമെന്നല്ലാതെ കൺമുമ്പിൽ ഒരു കാരുണ്യം കാണിക്കും. പലരും നല്ല കാരുണ്യം കാണിക്കുന്നതിന് സന്മനസ്സിൻ്റെ ഉടമകളായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബത്തിലെ ഏറ്റവും ഉറ്റവർ ഉടയവരുമായ അവരല്ലാതെ മറ്റുള്ളവരോടത് പറഞ്ഞു പോകരുത്. അത് പ്രത്യേകം. അതുപോലെ നാം ചെയ്തു പോയ ദോഷങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. ചെയ്തു പോയ ദോഷങ്ങൾ, ഒരു ദോഷം ചെയ്ത് അത് നാം പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അത്തരക്കാർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കൂല എന്നുള്ളതാണ്. നാം എത്ര വലിയ ഗുരുതരമായ ദോഷം ചെയ്തത്. ചില ആളുകളുണ്ട്, അവരുടെ മുൻകാല ജീവിതം വളരെ മോശപ്പെട്ടതായിരിക്കാം. പിന്നെ അവർ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കാൻ വരുന്നു, എല്ലാം ചെയ്യുന്നു. അവർ പറയാ, ഞാൻ ഭാവിയിലിരിക്കും അങ്ങനെ അത്ര ആളെ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇത്ര കള്ളു കുടിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു, അവളെ കൊണ്ടുപോയി, ഇങ്ങനെ പറയുന്നില്ല. ഇപ്പം ഞാൻ നന്നായി, മാഷാ അല്ലാ. അങ്ങനെ അതൊരിക്കലും പറയരുത്. നിങ്ങൾ ആ തിന്മ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വഴി ഉണ്ടാക്കും. ആ തിന്മയിലൂടെ ആ തിന്മ പരസ്യപ്പെടുത്ത ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ സർവ്വ അമലുകൾ ബാത്തിലായി, ഒരു തൗബവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നില്ലാതെയായി അവസാനം ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുമായിട്ട് മാത്രം ഒരു ബന്ധമാണ്. അതല്ലാത്ത മറ്റുള്ളവരോടത് പറഞ്ഞു പോയാൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. ഇത്തര കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഭാവിയിലുണ്ടാക്കുന്ന അപകടങ്ങൾ, അത് അപകടമായതിൻ്റെ ശേഷമാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഖുർആനിൽ നസ്സായ കാര്യങ്ങളാണ്. ഈ ഒരു കഥ, ഈ ഒരു ഉമ്മയുടെയും മകൻ്റെയും സംഭാഷണം, ഇത് അവരാരാണെന്ന് കൃത്യമായി അറിയില്ല. അറിയുന്നവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അൽഹംദുലില്ലാ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി മനോഹരമായ ഖിറാത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് മകനും ഉമ്മയുടെ ആ ഒരു സംഭാഷണം എന്നെ അത്ഭുതപ്പെടുത്തി. അവരെക്കുറിച്ചൊക്കെ അറിയുന്നവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അൽഹംദുലില്ലാ, ഇത്തരത്തിലുള്ള നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും പ്രേക്ഷകർ മുമ്പിൽ നാം വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.